അതുകൊണ്ട് മാധ്യമങ്ങളോടുള്ള എൻ്റെ അഭ്യർത്ഥന എന്ന് പറയുന്നത്, ഇത് സ്ത്രീകൾ നേതൃത്വം നൽകിയ ഒരു ഭരണസമിതി പരാജയമാണ് എന്ന രീതിയിൽ നിങ്ങൾ ഒരു വ്യാഖ്യാനം നൽകരുത്. അത് വിജയം തന്നെയായിരുന്നു. പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് ലാപ്സ് ഉണ്ടായി. അത് അംഗങ്ങൾക്ക് ചെറിയ തോതിൽ, ചിലർക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അതിൻ്റെ വിഷമം അവർ എക്സ്പ്രസ് ചെയ്തു. അങ്ങനെയാണ് ഈ ഭരണസമിതി രാജിവെച്ച് ഒഴിയേണ്ടി വന്ന സാഹചര്യം. അമ്മയുടെ ജനറൽ ബോഡി ഇന്ന് ഭംഗിയായി കഴിഞ്ഞു. നിങ്ങൾ തന്നെ കുറച്ച് തീരുമാനങ്ങൾ ഇതിനകം അറിഞ്ഞിരിക്കും. എന്തായാലും പഴയ ഭരണസമിതി അവർ രാജിവെച്ചു. അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒരു വർഷം കൊണ്ട് തന്നെ അമ്മയുടെ അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടിയൊക്കെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ സംഘടനാപരമായിട്ടുള്ള ചില പാളിച്ചകൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് പരിചയക്കുറവ് ഉണ്ടായിരിക്കാം. അതിൽ അംഗങ്ങൾക്ക് അതൃപ്തി ഉണ്ടായിരുന്നു. മാത്രമല്ല, ട്രഷറർ കുറച്ച് നാൾ മാറി നിൽക്കേണ്ടി വന്നതിൻ്റെ പേരിൽ അക്കൗണ്ട്സ് പ്രോപ്പറായി ഇന്ന് പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അക്കൗണ്ട്സ് നേരത്തെ എത്തിക്കണം എന്നുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അത് പാലിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അക്കൗണ്ട്സ് പ്രോപ്പറായി പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഒരു ജനറൽ ബോഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അക്കൗണ്ട്സിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള മാനിപ്പുലേഷനോ തിരിമറിയോ ഒന്നും പറയുന്നില്ല. പക്ഷേ പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയ ഒരു പാളിച്ചയായിട്ട് തന്നെ വന്നു. പിന്നെ സംഘടനാപരമായി അംഗങ്ങൾ തമ്മിലുള്ള ചില വാക്ക് തർക്കങ്ങൾ, അത് മീഡിയയുടെ മുന്നിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ മീഡിയയുടെ മുന്നിൽ അവതരിപ്പിച്ചു. പൊതുസമൂഹത്തിൽ, പൊതുജനങ്ങളുടെ മധ്യത്തിൽ വളരെ മോശമായിട്ടുള്ള ഒരു ഇമേജ് ചില അംഗങ്ങൾ കാരണം അമ്മയ്ക്കുണ്ടായി എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതിലൊക്കെ അംഗങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു രീതിയിൽ പറഞ്ഞാൽ ഈ അവിശ്വാസ പ്രമേയം ഒക്കെ പ്രസൻറ്റ് ചെയ്തിരുന്നു. അതിനു മുമ്പ് അതിന് അനുമതി തേടിയിരുന്നു. പക്ഷേ അത് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അംഗങ്ങളുടെ വികാരം മനസ്സിലാക്കി കഴിഞ്ഞ ഭരണസമിതി രാജിവെച്ച് ഒഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഇനി അഡ്ഹോക് കമ്മിറ്റി തൽക്കാലത്തേക്ക് എടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ കൺവീനർ എന്ന് പറയുന്നത് രമേശ് പിഷാരടി, അദ്ദേഹമാണ് കൺവീനർ. ദെൻ ഇതിൽ 9 മെമ്പേഴ്സിനെയാണ് നമ്മൾ അംഗങ്ങളുടെ നിർദ്ദേശാനുസരണം നമ്മൾ എടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ അംഗം KB ഗണേഷ് കുമാർ, ദെൻ സുരേഷ് കൃഷ്ണൻ, ദെൻ സാദിഖ്, ദെൻ ഡോക്ടർ റോണി, ദെൻ കൃഷ്ണപ്രഭ, ദെൻ ആശ അരവിന്ദ്, ഷാജോൺ കലാഭവൻ, ദേവി ചന്ദന. 9 പേരാണ് ഈ അഡ്ഹോക് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് എന്ന് നടത്തണം എന്നുള്ളത് ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ തീരുമാനത്തിന് വിട്ടു. അത് അഡ്ഹോക് കമ്മിറ്റി തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വം അഡ്ഹോക് കമ്മിറ്റി ഏറ്റെടുത്തു. ഇതിൻ്റെ കൺവീനറായിട്ട് രമേശ് പിഷാരടിയാണ്. അദ്ദേഹം സമ്മതിച്ചത് വലിയൊരു നല്ല കാര്യമായിട്ട് തന്നെ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഈ അഡ്ഹോക് കമ്മിറ്റി തുടർന്നുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. അമ്മയുടെ കെട്ടുറപ്പിനെ ഒരു രീതിയിലും ബാധിക്കാത്ത രീതിയിലുള്ള സജീവമായ ചർച്ചകളുണ്ടായിരുന്നു. ഇരുപക്ഷത്തും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കഴിഞ്ഞ ഭരണസമിതിയെക്കുറിച്ച് പോസിറ്റീവായിട്ട് പറഞ്ഞവർ ഒരുപാട് പേരുണ്ടായിരുന്നു, നെഗറ്റീവായിട്ട് പറഞ്ഞ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ചില ലാപ്സസ് കാരണം, ചില മിസ്റ്റേക്സ് കാരണമാണ് ഇങ്ങനെ ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കേണ്ടി വന്നത് അംഗങ്ങൾക്ക്. ആ അവിശ്വാസ പ്രമേയം പാസ്സാകുന്നതിന് മുമ്പ് തന്നെ അംഗങ്ങളുടെ വികാരം മനസ്സിലാക്കി സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞകാല ഭരണസമിതി രാജിവെച്ച് ഒഴിയുകയാണ് ഉണ്ടായത്. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞകാല ഭരണസമിതി ഇവിടെ സ്ത്രീകൾക്ക് വേണ്ട പ്രാതിനിധ്യമുള്ള ഒരു സമിതിയായിരുന്നു. ഇത് ആ സ്ത്രീകൾ എന്ന നിലയ്ക്കുള്ള അവരുടെ ഒരു രീതിയിലുമുള്ള പരാജയം ഉണ്ടായിട്ടില്ല. സ്ത്രീകളുടെ വിജയം തന്നെയാണ്. അവരുടെ വ്യക്തിപരമായി അവരെല്ലാവരും തന്നെ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അമ്മയുടെ പ്രവർത്തനങ്ങൾ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ക്രിസ്മസിൻ്റെ ആയിക്കോട്ടെ, ഓണത്തിൻ്റെ ആയിക്കോട്ടെ, ആ സമയത്തൊക്കെ അംഗങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയുള്ള കിറ്റുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കറക്റ്റായിട്ട് വിതരണം ചെയ്തു. മെഡിക്കൽ സഹായമൊക്കെ തന്നെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ആ സ്പോൺസർഷിപ്പിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ കാലത്തെ പോലെ തന്നെ നല്ല സ്പോൺസേഴ്സിനെ സംഘടിപ്പിച്ച് അവർ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ലാപ്സും ഉണ്ടായിട്ടില്ല. അപ്പോൾ കഴിഞ്ഞകാല ഭരണസമിതിയെക്കുറിച്ച് അങ്ങനെ ഒരു പരാതിയില്ല. പിന്നെ സംഘടനാപരമായി അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ, പെരുമാറ്റത്തിൻ്റെ കാര്യത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നത് ഞങ്ങൾ തുറന്ന് സമ്മതിക്കുന്നു. ഇത് സമൂഹത്തിന് മാതൃകയല്ല.
അമ്മയിൽ അംഗങ്ങളെ മാതൃകയായിട്ടാണ് സമൂഹം നോക്കിക്കാണുന്നത്. അപ്പോൾ ആ അംഗങ്ങൾ പരസ്പരം, അതിൽ വ്യക്തികൾ എന്ന് പറയുന്നത് കുറച്ച് വ്യക്തികൾ മാത്രമേ ഉള്ളൂ, വളരെ ഒരു ചെറിയ എണ്ണം മാത്രമേ ഉള്ളൂ, എങ്കിൽ പോലും അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും എന്നുള്ളത് കൊണ്ട് അവർക്ക് വേണ്ടിയുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം കൂടി, അവർ ചെയ്തിട്ടുള്ള തെറ്റിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്താണ് ഈ ഭരണസമിതി, കഴിഞ്ഞകാല ഭരണസമിതി രാജിവെച്ചൊഴിഞ്ഞത്. അതുകൊണ്ട് മാധ്യമങ്ങളോടുള്ള എൻ്റെ അഭ്യർത്ഥന എന്ന് പറയുന്നത്, ഇത് സ്ത്രീകൾ നേതൃത്വം നൽകിയ ഒരു ഭരണസമിതി പരാജയമാണ് എന്ന രീതിയിൽ നിങ്ങൾ ഒരു വ്യാഖ്യാനം നൽകരുത്. അത് വിജയം തന്നെയായിരുന്നു. പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് ലാപ്സ് ഉണ്ടായി. അത് അംഗങ്ങൾക്ക് ചെറിയ തോതിൽ, ചിലർക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അതിൻ്റെ വിഷമം അവർ എക്സ്പ്രസ് ചെയ്തു. അങ്ങനെയാണ് ഈ ഭരണസമിതി രാജിവെച്ച് ഒഴിയേണ്ടി വന്ന സാഹചര്യം.